ചില വീടുകൾ കാണുമ്പോൾ നമ്മുടെ സ്വപ്നത്തിലുള്ള വീട് ഇങ്ങനെയല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അല്ലേ. അത്തരത്തിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അതും നമ്മുടെ സ്വന്തം തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി വീട് നിങ്ങൾക്കൊന്ന് കാണണ്ടേ? ഞാൻ ആ പറഞ്ഞ വീടാണ് നമ്മളിതാ ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. തൊട്ടടുത്ത് വീടുകളൊക്കെ നമുക്ക് കാണാം. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് 4.5 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ ഇൻക്ലൂഡ് ചെയ്ത ഒരു കാർ പോർച്ച് സഹിതമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ മുൻഭാഗം തന്നെ നമുക്ക് കാണുമ്പോൾ കടപ്പ കല്ലുകൾ കൊടുത്തിരിക്കുന്നത് കാണാം. ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ സ്പേസ് കൊടുത്തിട്ടുള്ളത് കാണാം. ഇവിടെ നമുക്കൊരു ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കാർ പോർച്ചിൽ ഒരു ഇലക്ട്രിക് കാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യുന്ന രീതിയിലാണ് അവിടുത്തെ കാർ പോർച്ചിൻ്റെ ഒരു രീതി കംപ്ലീഷൻ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഇവിടെ കുറേ പുല്ലുകളൊക്കെ, അതായത് ഒരു ചെടിയുടെ ഒരു രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഈ ഇവിടുത്തെ വീട് ഡയറക്ഷൻ എന്ന് പറയുന്നത് കിഴക്കോട്ടാണ് ദർശനം വരുന്നത്. റോഡ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ സ്ലൈഡിങ് ആൻഡ് ഫോൾഡബിൾ ആയിട്ടുള്ള ഗേറ്റ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഒരു ചെറിയൊരു പോർഷൻ ഇവിടെ കൊണ്ട് നമുക്ക് വീട് എൻഡ് ചെയ്യാണ്. ഈ വീടിൻ്റെ അപ്പുറം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം റോഡാണ് വരുന്നത്. റോഡാണ് അവിടെ ഒരു ടർഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇത്രയും മനോഹരമായിട്ടുള്ള ഇത്രയും ഒരു കിഡിലനായിട്ടുള്ളൊരു ഏരിയക്കകത്ത് വരുന്നൊരു വീടാണ്. ചെറിയൊരു സിറ്റ് ഔട്ട് ഏരിയ ഈ ഒരു ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് കാണാം. ഇവിടെ കൊടുത്തിരിക്കുന്ന മെയിൻ ഡോർസ് എല്ലാം പ്ലാവാണ്. അതും ഡബിൾ ഡോറിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്ലാവാണ്. അകത്തുള്ള ഡോറുകളെല്ലാം ആഞ്ഞിലും മഹാഗണിയിലുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നോക്കിയേ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ലിവിങ് ഏരിയ ആണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു TV യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 100 ഇഞ്ച് TV വേണമെങ്കിലും വയ്ക്കാനായിട്ടുള്ളൊരു ലിവിങ് ഏരിയ ആണ് ഈ ഒരു സ്പേസിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കുറച്ച് ഡെക്കറായിട്ടുള്ള ഐറ്റംസ് എല്ലാം വച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ഹാങ്ങിങ് ലൈറ്റ്സുകൾ കൊടുത്തിട്ടുള്ളത് കാണാം. മുകളിൽ ജിപ്സം വർക്ക് കൊടുത്തിട്ടുള്ളത് കാണാം. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു വീട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് സ്വർഗം പോലെയാണ് ഫീൽ ചെയ്തത് ഇതിനകത്ത് നിൽക്കുമ്പോൾ. ഇനി നമുക്ക് പറയുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ 4 ബെഡ്റൂം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതിൽ ഒരു ബെഡ്റൂം താഴെയും ബാക്കിയുള്ള 3 ബെഡ്റൂമുകൾ മുകളിലാണ് വരുന്നത്. അതിലെ ഡൈനിങ് ഏരിയ ആണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ആണ്. നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഹിൻഡ്വെയറിൻ്റെ ഇറ്റാലിയൻ കളക്ഷനിൽ പെട്ട ഒരു വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മിററാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ടവൽ റോഡ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് ഓപ്പൺ കിച്ചണിലേക്ക് പോകുന്ന സ്പേസ് ആണ്. അതിന് തൊട്ട് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഇവിടുത്തെ ഒരു സ്റ്റഡി ഏരിയയാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി ഏരിയയാണ് ഈ ഒരു ഭാഗത്ത് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ ഇൻവെർട്ടർ പോയിന്റ് ചെയ്തിട്ടുള്ളത്. അത് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ ലിവിങ്ങും ഡൈനിങ്ങും പരിചയപ്പെട്ടു. ഇവിടുത്തെ സ്വിച്ചസ് ഒക്കെ എലൈയുടെ സ്വിച്ചസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാവൽസിൻ്റെ DB ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ V-ഗാർഡിൻ്റെ വയറിംഗ് ആണ് ഈ വീട്ടിലത്തേക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് വരാം. കിച്ചൺ എന്ന് പറയുന്നത് വളരെ വലിയൊരു കിച്ചണാണ്. കാര്യം താഴെ ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ എന്നുള്ള സാഹചര്യം ആകുമ്പോൾ നമുക്ക് ലിവിങ്ങും ഡൈനിങ്ങും 2000 സ്ക്വയർ ഫീറ്റ് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ കിട്ടും. അതുപോലെ തന്നെ കിച്ചണും കിട്ടും. കിച്ചൺ മാത്രമല്ല ഒരു വർക്ക് ഏരിയ കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ കിച്ചണിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ അലുമിനിയം ഫാബ്രിക്കേഷനാണ് ഈ ഒരു ഭാഗത്തൊക്കെ കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണെന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫേബറിൻ്റെ ഒരു ചിമ്മിനി കൊടുത്തിട്ടുള്ളത് കാണാം. അത് നമുക്ക് വേവ് മോഷനിൽ ഓൺ ചെയ്യണേ ഓഫ് ചെയ്യണേ കണ്ടില്ലേ, വേവ് മോഷനിൽ ഓൺ ചെയ്യണേ ഓഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇലക്ട്രിക് ചിമ്മിനിയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ റാക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുകളിൽ ഒരു നാനോ വൈറ്റിൻ്റെ ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റിൻ്റെ ഒരു സ്ലാബ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം. അതുപോലെ തന്നെ പ്രസ്റ്റേജിൻ്റെ പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. 2 പൈപ്പുകളുണ്ട്. 2 വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ യൂണിറ്റിൽ ചെയ്തിട്ടുണ്ട് ഉള്ള ഒരു കാര്യമാണ്. അതുപോലെ കയറി വരുമ്പോൾ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇവിടുത്തെ വർക്ക് ഏരിയയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട കിച്ചണിൻ്റെ ഒരു മിനി വെർഷനാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രാനൈറ്റിൻ്റെ സ്ലാബ് കൊടുത്തിരിക്കുന്നത് കാണാം. പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ് 6 ഡോർ വരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ താഴെ കുറേ കബോർഡുകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിരിക്കുന്ന കബോർഡ്സ് തന്നെയാണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ഒന്നും ഫീൽ ചെയ്തില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ എലഗൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ സ്പേസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇവിടുത്തെ നമുക്ക് ബെഡ്റൂമിലേക്ക് കയറാം. ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണേണ്ട ഡോറാണ്. ഡോർ എന്ന് പറയുന്നത് മഹാഗണിയിലാണ് ഈ ഒരു പലക വന്നിരിക്കുന്നത്. ഈ ഒരു ഫ്രെയിം വന്നിരിക്കുന്നത്
ആഞ്ഞിലാണ്. അപ്പോൾ ഡോറിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് വളരെ വിശാലമായിട്ടൊരു റൂം സ്പേസ് ആണ് നമുക്കിവിടെ കാണുന്നത്. 14-13 സൈസിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഈ ഒരു ബെഡ്റൂമിൻ്റെ അകത്ത് ഒരു കോൺട്രാസ്റ്റ് കളർ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ കൊടുത്തിരിക്കുന്ന വിൻഡോസ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഞ്ഞിലും മഹാഗണിയിലും തന്നെയാണ്. ഈ ഒരു കബോർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 2 കബോർഡ് ഇങ്ങനെയും കൊടുത്തിട്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ, അതായത് നമുക്ക് മിററും കാര്യങ്ങളൊക്കെ അതാ ഈ ഒരു പോർഷനിൽ ചരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം പ്ലൈയിൽ ചെയ്തിരിക്കുന്ന വുഡാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബാത്റൂമിലേക്ക് പോകാം. വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ബാത്റൂം ഇത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു RIKയുടെ ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഇതൊക്കെ വരുന്നതെന്ന് പറയുന്നത് ഹിൻഡ്വെയറിൻ്റെ പൈപ്പുകളാണ്, ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്, വലിയൊരു റെയിൻ ഷവറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് നമുക്ക് കാണാം, ഫൈബറിൽ ചെയ്തിരിക്കുന്ന ഡോറുകളാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ താഴെയുള്ള ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിചയപ്പെട്ടു. ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനോട് 2 ചെയർ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാവുന്നതാണ് കേട്ടോ. എൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു പുല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വാസ്തുപ്രകാരമാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. മുകളിലേക്ക് പോകുമ്പോൾ പ്രൊഫൈൽ ചാനൽ ലൈറ്റ്സുകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. മുകളിലേക്ക് പോകുന്നത് ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. ടൈലുകൾ വിരിച്ചിട്ടുള്ള സ്റ്റെയർ കേസാണ് കൊടുത്തിട്ടുള്ളത്. GI സ്ക്വയർ ചെയ്തിരിക്കുന്ന സൈഡ് ഹാൻഡ് റെയിൽ നമുക്ക് കാണാം. അതുപോലെ മുകളിൽ വുഡൻ ഫിനിഷിങ്ങിലുള്ള ഒരു പ്ലേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ പർഗോള കാണാം. ഇവിടെ നല്ല വെയിലാണ്, ഇപ്പോൾ 2 മണി സമയമായിട്ടുണ്ട്. എല്ലാ വെയിലും താഴേക്ക് വരുന്നുണ്ട്. ഒരു ലൈറ്റ് പോർഷൻ നല്ല മനോഹരമായിട്ട് തന്നെ കാണാം. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റിക്കറിങ് അല്ല, ഇത് പെയിൻ്റ് ആണ് ഇവിടെ കൊടുത്തത്. റോയൽ പ്ലസ് ടെക്സ്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കയറി മുകളിലേക്ക് നമ്മൾ വന്നു. മുകളിൽ വരുമ്പോഴും ഇവിടെയും ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മുകളിൽ ഫുൾ ജിപ്സം വർക്കാണ്, റൂഫിംഗ് മുഴുവനായി ജിപ്സം വർക്കാണ്. താഴെ കജേരയുടെ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന സെയിം ടൈൽ തന്നെയാണ് മുകളിലും കൊടുത്തിട്ടുള്ളത്. 4x2 ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂമുകളിലും സെയിം ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എപ്പോക്സി ചെയ്ത് വളരെ മനോഹരമായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഫ്ലോറിംഗ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇവിടുത്തെ ഈ ഒരു പോർഷനെ കുറിച്ച് പറയുമ്പോൾ താഴെ കണ്ട TV യൂണിറ്റിൻ്റെ അത്രയും വലിപ്പം ഇല്ലെങ്കിലും ഒരു 75 ഇഞ്ച് TV ഓർ 85 ഇഞ്ച് TV വയ്ക്കുന്ന തരത്തിലുള്ളൊരു ഒരു TV യൂണിറ്റ് ഏരിയയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അവിടുന്ന് നേരെ വരുന്നത് താഴെ കണ്ട സെയിം ഒരു ബെഡ്റൂമാണ് നമ്മളിതാ ഇവിടെയും കാണുന്നത്. ഇവിടെയും നമുക്കൊരു കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കോൺട്രാസ്റ്റ് കളർ കൊടുത്തിട്ടുണ്ട്. ആഞ്ഞിലും മഹാനിലും ചെയ്തിരിക്കുന്ന ഡോസുകളാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. വിൻഡോസും ഡോസും നമുക്ക് കാണാം. അതുപോലെ ബാത്റൂം സ്പേസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെയിം ബാത്റൂമാണ്. RIKയുടെ ഫിറ്റിംഗ്സും ഹിൻഡ്വെയറിൻ്റെയും RIKയുടെ തന്നെ ക്ലോസറ്റുകളാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇത് അത്യാവശ്യം ഒരു കിഡ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റൂമാണ്. സ്പേഷ്യസ് ആണോ എന്ന് വെച്ചാൽ സ്പേഷ്യസ് ആണ്, എന്നാൽ സ്പേഷ്യസ് അല്ലേന്ന് വെച്ചാൽ സ്പേഷ്യസ് അല്ലെന്ന് പറയാൻ പറ്റില്ല. സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫാനുകൾ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഒരു സൈഡിൽ നമുക്ക് കബോർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തൊട്ടടുത്തായിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ വീട്ടിലെ അടുത്ത മുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് നമ്മളിതാ ഇവിടെ കാണുന്നത്. വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ ഒരു പോർഷനിൽ കാണുന്നത്. ജാളി വർക്കുകൾ നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുള്ളത് കാണാം. നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ ടെറസ് ഏരിയ വീടിൻ്റെ അകത്തൂടെ തന്നെയാണ് മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കുക. കാരണം ഒരു ക്ലോസ്ഡ് സ്ട്രക്ചറിലാണ് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗം അല്ലാതെ സൈഡ് ഭാഗം നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ കാണാം. പക്ഷേ അപ്പുറത്ത് നിന്നുള്ള ഒരാൾക്ക് നമ്മളെ കാണാനായിട്ട് സാധിക്കില്ല. അത്രയും മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ് അത് കാണുന്നത്. ഇത് ആക്ച്വലി ഒരു കുഞ്ഞു ബെഡ്റൂമാണ്. ഈ കുഞ്ഞു ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഒരു ഗസ്റ്റ് റൂം എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ ഒരു 2 കബോർഡുകൾ കൊടുത്തിട്ടുള്ളത് കാണാം. ഇവിടെ ചെറിയൊരു സ്പേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കോൺട്രാസ്റ്റ് കളർ കൊടുത്തിട്ടുള്ളത് കാണാം. ഇവിടെ ആഞ്ഞിലും മഹാഗണിയിലും ചെയ്തിരിക്കുന്ന ഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ പോർഷൻ എന്ന് പറയുന്നത് ബാൽക്കണി ഏരിയ ആണ്. ബാൽക്കണി ഏരിയയ്ക്ക് ഒരു കുറവ് പോലും വരുത്തിയിട്ടില്ല. വളരെ മനോഹരമായിട്ടുള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ ആണ്. അപ്പുറത്തെ വശമെല്ലാം ഒരു വയലിന് സമാനമായിട്ടുള്ള ഒരു ഏരിയയാണ്. ഇത് പക്ക ഡ്രൈ ലാൻഡാണ്. സോ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ 95 ലക്ഷം രൂപയാണ് ഈ വീടിന് വേണ്ടി ചിലവ് വരുന്നത്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ സൈഡിൽ കാണുന്ന മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുക.